പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ പ്രധാന പാർട്ടി പദവികളിൽ ഇരിക്കുന്നവർ, അതായത് പ്രസിഡന്റ് ഓറിയൻറ്റഡ് പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരെയൊക്കെ അത്തരം അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രമാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ഏകോപന ചുമതലയും പ്രചരണ ചുമതലയും തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രക്രിയയുടെയും ചുമതല ഞങ്ങൾക്ക് പാർട്ടി ജില്ലാ പ്രസിഡന്റുമാർ, അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലം പ്രസിഡന്റുമാർ, ചില ആളുകൾ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം മാറി രാജിവെച്ച് ഞങ്ങൾക്ക് സീറ്റ് മതി എന്നാവശ്യപ്പെട്ടതുമുണ്ട്. അത്യപൂർവം ആളുകളെയാണ് അങ്ങനെ പരിഗണിച്ചിട്ടുള്ളൂ. കാരണം സ്ഥാനാർത്ഥികളൊക്കെ ആയിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിനും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിനാണ് മുഖ്യ ചുമതല തിരഞ്ഞെടുപ്പ് നയിക്കാൻ പാർട്ടിക്കകത്ത്. UDFിൽ അതിൻ്റെ കമ്മിറ്റി ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ കാലം നിന്നും വ്യത്യസ്തമായി UDFിലെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ സീറ്റ് വിഭജനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിൻ്റെയും ശ്രീ A. തങ്കപ്പൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ശ്രീ മരക്കാർ മാരായമംഗലം, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, അതുപോലെ UDF കൺവീനർ ബാലഗോപാൽ, മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങൾ, ഈ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ തീരുമാനപ്രകാരമാണ് UDFിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത്. ഇത് ജില്ലാ തലത്തിൽ ആകെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് അന്തിമമായി തീരുമാനമെടുത്തത്. മറ്റെല്ലാം നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് എല്ലായിടങ്ങളിലും താഴെത്തട്ടിലുള്ള മണ്ഡലം തലത്തിലും ബൂത്ത് തലത്തിലുള്ള കോർ കമ്മിറ്റികളും പ്രവർത്തകരും നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. ഇത്തവണ പാലക്കാട് ജില്ലയിൽ അത്യപൂർവമായ മുന്നേറ്റം UDFിനുണ്ടാകും. ഒരു കാര്യം നിങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കണം. ഈ ജില്ലയിൽ എവിടെയും വർഗീയ ശക്തികളുമായിട്ട് യാതൊരു നീക്കുപോക്കും നടത്താൻ തീരുമാനിച്ചിട്ടില്ല. ഒരു വർഗീയ കക്ഷികളുടെ വാലറ്റം പോലും ഞങ്ങളുടെ സഖ്യത്തിലില്ല. ഒരു വർഗീയ പാർട്ടികളുമായിട്ടും ഞങ്ങൾ സീറ്റ് ധാരണ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇല്ല. ജനാധിപത്യ മതേതര വിശ്വാസികളായിട്ടുള്ള സ്വതന്ത്രരായിട്ടുള്ള ചില സമൂഹങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ പിന്തുണ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ചില നഗരസഭയിലും ചില പഞ്ചായത്തിലും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായിട്ടുള്ള മത്സര രംഗത്താണ്. ഇപ്പോൾ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുരിതം അനുഭവിക്കാത്ത ജനങ്ങളില്ല. എല്ലാ മേഖലയിലും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വിധിയെഴുത്താകും. പിണറായി സർക്കാരിനെ അതിരൂക്ഷമായി ശക്തമായി താക്കീത് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാകും. അത് പാലക്കാട് ജില്ലയിലും വ്യത്യസ്തമല്ല. കേരളത്തിലുടനീളമുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുണ്ട്. പാലക്കാട് ജില്ലയിലും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ആരംഭിച്ചിടത്തൊക്കെ അഭൂതപൂർവമായിട്ടുള്ള പ്രവർത്തകരുടെയും അനുഭാവികളുടെയും എല്ലാം കൂട്ടായ്മയാണ് കാണുന്നത്. നല്ല ആവേശത്തിലാണ് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ വർഗീയ ശക്തികൾ ചെറുത്തു തോൽപ്പിക്കുക, അഴിമതിയിൽ മുങ്ങിയ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ജനദ്രോഹം നടത്തിയ ഈ സർക്കാരിനെ താഴെയിറക്കുക, ആ ഒരു സന്ദേശം നൽകുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്.